الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സദസ്സിലുള്ള പണ്ഡിതന്മാരെ, പ്രവർത്തകരെ, സഹപ്രവർത്തകരെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൻ്റെ ശക്തിയുള്ള നിഷ്ഠയുള്ള മഹാശക്തികളായി വർത്തിച്ച പ്രവർത്തകരെ, ഇവിടെ ഇപ്പോ ഒന്ന് എല്ലാവരും മൂത്തോക്കി നല്ല ചിരിയും കളിയുണ്ടല്ലോ അല്ലേ? സാധാരണ നമ്മളൊരു യോഗത്തിലും വയതിലൊക്കെ ഉണ്ടാകുന്നതിനേക്കാൾ നല്ല ചിരിയും കളിയൊക്കെ ഉണ്ടെന്ന്. എന്താ കാരണം? മലകളായി നിന്നിരുന്ന, സ്വയം മലകളാണ് എന്ന് നടിച്ചിരുന്ന ഒരു ടീമിനെ എലികളാക്കി എന്ന് മാത്രമല്ല, കിണറ്റിൽ വീണ എലികളാക്കി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ, അതും നേതാക്കന്മാരും പണ്ഡിതന്മാരും അല്ല, നമ്മളെപ്പോലൊക്കെ സാധാരണ പ്രവർത്തകർ. ഒരു കാര്യം വ്യക്തമായി, ഇവിടെ CP അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ, അദ്ദേഹം പറഞ്ഞു ഇതിന്റെ ഈ യഥാർത്ഥ സാക്ഷാത്കാരണത്തിന് പണ്ഡിതന്മാർ തമ്മിൽ സംവദിക്കണം. അതിന് കിട്ടണ്ടേ ഐറ്റങ്ങളെ? അതിന് ധൈര്യം വേണ്ടേ? ഇനി നമ്മളെ പോലൊക്കെ ആൾക്കാരോടും ധൈര്യം ഉണ്ടാവില്ല. ഇനി ഒരു സംവാദത്തിന് കിട്ടുകയാണെങ്കിൽ MSMന്റെ കുട്ടികളെയാണ് നമ്മൾ അയക്കാൻ പോകുന്നത്. കാരണം അതിനുള്ള കോപ്പേ ഉള്ളൂ എന്ന് മനസ്സിലായി അല്ലേ? എന്താ ഈ മൂല്യമാർക്ക് പറ്റിയത്? എന്താണ് ഇവർക്ക് പറ്റിയത്? അവരൊക്കെ അഭിമാനിക്കുന്നുണ്ട്, വർഷങ്ങളോളം കിതാബ് ഓതിയ ആൾക്കാരാണ്, വളരെയധികം ദീൻ പഠിച്ചവരാണ്, സ്വയം അവർക്ക് തോന്നാറുണ്ട്, അത് തോന്നിപ്പിക്കാറുണ്ട്. അല്ല, നമ്മളെ കൂട്ടത്തിൽ തന്നെ ചിലർക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. ഓലൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, ഓലോടൊന്നും നോക്കാൻ നമ്മൾക്കൊന്നും കഴിയില്ല എന്നുള്ള ഒരു മൗഢ്യധാരണ നമ്മളിൽ നിന്ന് ചില പാവങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. യഥാർത്ഥത്തിലുള്ള സത്യം പറയാം, നമ്മളെക്കാളൊക്കെ ഓതുന്ന ആൾക്കാർ അവർ തന്നെയാണ്. ഒരുപാട് കാലം കിതാബുമായി കെട്ടിപ്പിണഞ്ഞ് നടക്കുന്ന ആൾക്കാർ അവർ തന്നെയാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ എന്നിട്ടെന്തേ ഈ പരാജയം? യഥാർത്ഥ മുജാഹിദുകളോട് കളിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അല്ലേ? പരിപാടി കഴിഞ്ഞതിന് ശേഷം കെട്ടിപ്പിടിക്കലുമില്ല, ഉമ്മക്കലുമില്ല, ചിരിയില്ല, കളിയില്ല, ഒന്നുമില്ലാത്തൊരു കോലത്തിലായി. എന്തേ? അതിന് അടിസ്ഥാനപരമായിട്ട് കുറച്ചൊക്കെ ആ കോലത്തൂടെ പോയൊരാള് എന്നുള്ള നിലയ്ക്ക് പഠിക്കേണ്ട കാലത്ത് ഇവരുടെ പഠനം ആവശ്യമില്ലാത്ത ഓരോ മസാലകൾ ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ സാങ്കല്പികമായ കുറെ കാര്യങ്ങൾ അങ്ങനെ സ്വയം നിർമ്മിച്ചെടുത്ത് അതിന്മേൽ ചുറ്റിപ്പറ്റി കാലം കഴിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും അതിന് അള്ളാഹുവിന്റെ റസൂല് കൊടുത്ത വിശദീകരണവും പഠിച്ചു മനസ്സിലാക്കി യഥാർത്ഥ പണ്ഡിതന്മാരാവേണ്ട സ്ഥലത്ത് ഖീലയും കാലയും ഷാഫി മദ്ഹബിൽ ഒരു കൗലെടുത്താൽ തന്നെ എത്ര അഭിപ്രായമായാലും അസഹായ കൗല്, സഹിയായ കൗല്, മുഅ്തമദായ കൗല്, മഷ്ഹൂറായ കൗല്, കാല, ഖീല, ഖാലിക്കാര കൗല്, അങ്ങനെ കുറെ ഏതാ എടുക്കേണ്ടത് പിടിക്കേണ്ടത് അറിയാത്തമായിരിക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ മൗലവിമാര് തർക്കിച്ച് കാലം കഴിക്കുന്നതിന് ചില മസലകൾക്ക് ഒരു ഉദാഹരണം പറയാം. അപ്പൊ മനസ്സിലാവും ഇവർക്ക് എന്താ പഠിക്കാൻ കഴിയാത്തത് എന്ന്. ഒരാള്, കുറച്ചാൾക്കാര് പള്ളിയിൽ പോയി ഇമാമിക്കുക, നിസ്കരിക്കാൻ. ഇമാമും മൗമുമായിട്ട് കേൾക്കുക. ഇതിലാരാ ഇമാമ് നിൽക്കേണ്ടത്? ഇമാമത്തി അസുൽത്താൻ, ഏറ്റവും ഇമാമ നിൽക്കാൻ അർഹൻ അവിടുത്തെ ഭരണാധികാരി ഉണ്ടെങ്കിൽ അയാളാണ്. അയാളില്ലെങ്കിലോ ഔനാഇബുഹു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധി. ഇനി രണ്ടാളുമില്ല, എന്നാ പിന്നെ ആരാ നിൽക്കേണ്ടത് എന്ന കിതാബിൽ പറഞ്ഞു, ഇവരുടെ കിതാബില് കേട്ടോ, യഥാർത്ഥ കിതാബിലല്ല. ഫൽ അഹ്സനു ഖൽഖൻ, സൃഷ്ടിപ്പിൽ ആകാര സൗഷ്ഠവം, നല്ല പേഴ്സണാലിറ്റി ഉള്ള ബോഡി, അത്യാവശ്യം ആഴും നീട്ടൊക്കെ ഉള്ള മനുഷ്യന് ഓന ഇമാമിക്കേണ്ടത്. പിന്നെ ഫൽ അഹ്സനു വജ്ഹൻ, പിന്നെ ചൊറുക്കില്ല ആൾക്കാര്. അപ്പൊ നമ്മളൊക്കെ പുറത്തേക്കേണ്ടി വരും. ചൊറുക്കില്ല ആൾക്കാരെ പിടിച്ച് ഇമാമിക്കണം എന്നാ. ഇനി അതിൽ പിന്നെ
ഫഅക്സറുഹും ബശാശത്തൻ, നല്ല മുഖപ്രസന്നുള്ള ആൾക്കാരാണ് പിന്നെ ഇമാമത്തിന് സ്ഥാനം എന്നാ. പിന്നെ ഫൽ അഹ്സനു സൗതൻ, നല്ല മധുരമുള്ള ശബ്ദമുള്ള ആൾക്കാർക്ക് അവിടെ നമ്മൾ പുറത്താ. ഈ പരപ്പരപ്പ് സൗണ്ട് അതിന് പറ്റൂല എന്നാ. നല്ല ചൊറുക്കുള്ള ആൾക്കാരും ചൊറുക്കില്ല സൗണ്ട് ഉള്ള ആൾക്കാരും. ഇനി അടുത്ത് പറഞ്ഞ മസല എന്ന് കേട്ടോ, ഫൽ അഹ്സനു സൗജത്തൻ, ചൊറുക്കില്ല പെണ്ണിന്റെ പുയ്യാപ്പള ഇമാമിക്കണം. വൽ അഹ്സനു സൗജത്തൻ, ഭാര്യ ചൊറുക്കുണ്ട്. അതിനിപ്പോ നീ പെരിയിലൊക്കെ പോയി തെരഞ്ഞു നോക്കണ്ടേ, എന്നിട്ട് ഈ പെണ്ണുങ്ങളെ പരേഡ് നടത്തണ്ടേ. ഫൽ അക്സറു മാലൻ, ഇനി അതിന് കിട്ടിയില്ലെങ്കിലോ പിന്നെ കൂട്ടത്തിലെ മോലാളിനെ പിടിച്ചാൽ ഇമാം നിർത്തണം. മുമ്പേ ഈ മുതലാളിമാരെ താങ്ങുന്ന സ്വഭാവം ചില ആൾക്കാർക്കുണ്ടല്ലോ. നമ്മളെ കൂട്ടത്തിൽ ഇപ്പൊ ആദർശ വ്യതിയാനം പറ്റി പോയ ചില ആൾക്കാർക്ക് ഉണ്ടത്. അങ്ങനെയാണ്, മുതലാളിമാരെ പിടിച്ചു നിർത്തണം. ഫൽ അക്സറു ജാഹൻ, അതിന് കിട്ടിയില്ലെങ്കിൽ പ്രശസ്തിയുള്ള ആൾക്കാരെ പിടിച്ചു നിർത്തുക. ഫൽ അൻളഫു സൗബം, പിന്നെ ഇമാമിക്കാനുള്ള യോഗ്യത നല്ല വൃത്തിയുള്ള ഡീസന്റ് ഡ്രസ് ചെയ്ത ആളെ. ഇനി പറഞ്ഞ മസാല പറയാൻ എനിക്ക് കുറച്ച് കുറവില്ല, എല്ലാ കിതാബുകളിൽ പറയാതിരിക്കാനും വയ്യ. ഫൽ അക്ബറു റൗസൻ, അത് കഴിഞ്ഞിട്ടുള്ള മസാല കേട്ടോ. ഫൽ അക്ബറു റൗസൻ, പിന്നെ തല വലിയവൻ ഇമാമിക്കണം എന്നാ. വലിയ തല ആയത് അത് ജന്മല ചിലപ്പം വല്ല വൈകല്യായിരിക്കും ഒരു പക്ഷേ വേണമെങ്കിൽ, എന്നാ ഓനെ പിടിച്ച് ഇമാമിക്കണം. ഇനി പറയണതാണ് ഞാൻ പറഞ്ഞത്, പറയാൻ കുറച്ച് കുറവുണ്ട്, പറയാതിരിക്കാനും വയ്യ. ഫൽ അസ്ഗറു ഉദ്വൻ, അവയവം ചെറുതുള്ളവനെ നിർത്തണം. അവയവം എന്ന് പറഞ്ഞാൽ കയ്യോ കാലോ അല്ല, ചെറിയവനെ പിടിച്ചു നിർത്തണം. എന്റെ സഹോദരന്മാരെ, കിതാബിൽ അതിപ്പോ എങ്ങനെ നോക്കുക? ആരോടത് ചോദിക്കുക? ഏതെങ്കിലും ഒരു മൂല്യരെ കണ്ട പിടിച്ച് ചോദിച്ചോ നിങ്ങൾ, എങ്ങനെ ഉസ്താദ് അത് നോക്കുക? അവരെ പറഞ്ഞിട്ടുണ്ട്, 2 കിതാബിലായി മസല ചർച്ച ചെയ്ത്, 2 കിതാബില്, റഫീഖുൽ അസ്ഫാറില്, മറാഖിൽ ഫലാഹില്. ഈ മസാല എങ്ങനെ പറഞ്ഞ് കാലം കഴിച്ച് 15 കൊല്ലം കിതാബ് ഓതിയിട്ട് ഖുർആനും സുന്നത്തും പറയാൻ കിട്ടുമോ? കിട്ടൂലല്ലോ. അതാണ് അവർക്ക് പറ്റിയ അബദ്ധം. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പൊ മുജാഹിദുകൾ എന്ത് നിലപാട് സ്വീകരിക്കണം? ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ കുറെ ആൾക്കാർ പോവുക, അവിടെ നിസ്കരിക്കണം. എന്താ നമ്മൾ നോക്കും? അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു ഖൗമിന് ഇമാമ് നിൽക്കണം. അഖറഉഹും ബികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ഏറ്റവും അധികം ഓതാൻ അറിയുന്നവൻ അവനാണ് ഇമാമ് നിൽക്കേണ്ടത്. എന്ത് നല്ല സുന്ദരാശയം! പരിശുദ്ധേ ഖുർആൻ തിരിയണോ അവനെ പിടിച്ച് ഇമാമ് നിർത്തണം. ഫഇൻ കാനൂ ഫിൽ ഖിറാഅത്തി സവാഅൻ, ഓത്തിൽ എല്ലാവരും തുല്യമാണെങ്കിൽ ഫഅഅലമുഹും ബിസ്സുന്ന, സുന്നത്താർക്കാണോ കൂടുതൽ അറിയുക അവൻ നിൽക്കണം. ഈ പറഞ്ഞതിൽ ഇപ്പൊ ചില പുതിയ മുബത്തദീങ്ങൾക്ക് മറുപടി ഉണ്ട്. ഈ പറഞ്ഞതിൽ എന്താ? ഖുർആനും സുന്നത്തും ഒക്കെ ഒന്നാം പ്രമാണം തന്നെയാണ്, അത് വേറെയല്ല, 2 അല്ല എന്ന് പറഞ്ഞ ചില പുതിയ നവീനവാദികൾ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ കണ്ടോ, ഒന്നാമത് ഖുർആന് സ്ഥാനം കൊടുത്തു. അതില്ലെങ്കിൽ പിന്നെ 2ാം സ്ഥാനം അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് പോലും സ്ഥാനം കൊടുത്ത്. 2ാം പ്രമാണമാണ് സുന്നത്ത്. ഇനി എല്ലാവർക്കും ഒരേ മാതിരിക്കാ സുന്നത്ത് അറിയാം, ആർക്കും ഒരു ഏറ്റ വ്യത്യാസം ഇല്ലെങ്കിൽ ഹിജ്റത്തൻ, അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ കാലത്ത് പറഞ്ഞ ആരാണോ ആദ്യം ഹിജ്റയിൽ ആദ്യം വന്ന ആള്, അങ്ങനെയാണല്ലോ എന്നുവെച്ചാൽ ഇസ്ലാമിൽ ആദ്യം വന്നു എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട് ഇതിന്. ഹിജ്റയിൽ ആദ്യം വന്നവർ തുല്യമായി ഒരേ ദിവസം ഹിജ്റ വന്ന ഒരു ടീമാണ് നിസ്കരിക്കാൻ പോകുന്നതെങ്കിൽ ആർക്കാണ് അക്കൂട്ടത്തിൽ പ്രായം കൂടുതൽ അവരെ നിർത്തണം. ഈ അള്ളാന്റെ റസൂലിന്റെ ഹദീസ് പഠിക്കുകയാണെങ്കിൽ പിന്നെ ഈ മൗലിയമാര് ഈ നേരത്തെ പറഞ്ഞ മസലമെ കെട്ടിക്കൂടുവോ? കാലം കഴിക്കുവോ? ഇല്ല. ഞാൻ താല്പര്യത്തിന് വേണ്ടി ഒറ്റ മസല കൂടി പറഞ്ഞുതരാം. കാലം കഴിക്കുന്നതിന് ഉദാഹരണം, നമ്മളിപ്പോ നിസ്കരിക്കാൻ നിൽക്കുക, എവിടേക്കാ തിരിയാ? കഅബയിലേക്ക് തിരിയണം. വല്ല കാര്യപ്പെട്ട ആള് കഅബന്റെ അടുത്ത് വന്നു. കഅബ ഒരു ബഹുമാനാർത്ഥം ഭൂമിന്ന് കഅബണ് പറഞ്ഞു, അങ്ങോട്ട് മോൾക്കാണ് കയറി. എവിടേക്കാ തിരിയാ? ഇതൊരു മസാലല്ലേ? കഅബയുടെ നേർക്ക് തിരിയണോ അതോ ഉയർന്നു പോയ കഅബന്റെ മേപ്പെട്ട് നോക്കി നിസ്കരിക്കണോ? അൽ കഅബത്തു ഇദാ റുഫിഅത് അൻ മകാനിഹാ ലിസിയാറത്തി അസ്ഹാബിൽ കറാമ,
കറാമത്തിന്റെ ആൾക്കാർ സന്ദർശിച്ചത് കൊണ്ട് കഅബ അതിന്റെ സ്ഥാനത്തു നിന്ന് ഉയർത്തപ്പെട്ടാൽ ഫീ തിൽക്കൽ ഹാലത്തി ജാദത്തി സ്വലാത്തു ഇലാ അർളിഹാ. അപ്പൊ പൊന്തിപ്പോയ കഅബന്റെ അങ്ങട്ടല്ല തിരിയേണ്ടത്, കഅബ നിന്നതിനെ ഭൂമിക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം എന്നാ. എന്റെ സഹോദരന്മാരെ, എക്കാലം വരെ അങ്ങനത്തെ ഒരു മസാല ഉണ്ടായിട്ടുണ്ടോ ദുനിയാവിൽ? ഉണ്ടോ? ഏറ്റവും വലിയ കറാമത്തിന്റെയും മുഅ്ജിസത്തിന്റെയും അസ്ഹാബുമാരുടെ കൂട്ടത്തിൽ നേതാവ് അല്ലാഹുവിന്റെ റസൂല് ഒറ്റ വട്ടും കഅബ പറഞ്ഞിട്ടില്ല. പിന്നെ മഹാൻ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, ഈ മഹാന്മാരുടെ സന്ദർശനം കൊണ്ടൊന്നും കഅബ ഉയർന്നിട്ടില്ല. അപ്പോ ഇങ്ങനെ ഇതുപോലത്തെ ഒരുപാട് മസാലകൾ നമ്മൾ കാലാകാലം പറയാറുണ്ട്. ഇങ്ങനെ പഠിച്ച് അള്ളാഹുവിന്റെ ഖുർആനും സുന്നത്തും വിസ്മരിച്ച് അത് പുറത്തേക്ക് ഇട്ടത് കൊണ്ട് തൗഹീദ് പറയുന്ന വിഷയത്തിൽ അഹ്സനികൾ ബബ്ബബയായി. ഇതാണ് അല്ലെ. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പല വിഷയത്തിലും അല്ലെങ്കിൽ ചില അപ്രസക്തമായ വിഷയത്തിൽ നമ്മൾ പ്രതികരിക്കാൻ പോയിട്ടില്ല സംവാദത്തിന്റെ ഇടയിൽ. എന്താ ഈ പല്ലിനെ കൊല്ലാൻ പോകും. പല്ലി എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പൊ ആവേശം കൊള്ളണ്ട. പല്ലിനെ അടിക്കാൻ പോകുമ്പോണ്ടല്ലോ പല്ലി അതിന്റെ വായ് മുറിക്കും. എന്തിനു വേണ്ടിയാ? കൊലപാതകത്തിൽ നിന്ന് എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അവനെ ദ്രോഹിക്കാൻ വരുന്നവന്റെ ശ്രദ്ധ തെറ്റിപ്പിക്കാൻ വേണ്ടി അല്ലേ? എന്ന മാതിരിക്ക് ആദർശ സംവാദ വിഷയത്തിൽ അഹ്സനിമാർ സഖറാത്തിന്റെ ഹാലിലായപ്പോൾ അവരാവശ്യമില്ലാത്ത പലതും വലിച്ചിട്ട് നമ്മളെ ശ്രദ്ധ തെറ്റിപ്പിക്കാൻ നോക്കിയിട്ട് അതൊക്കെ ആ തികഞ്ഞ ആ രൂപത്തിൽ നമ്മൾ മാറ്റി നിർത്തിയതാണ്. ഇപ്പൊ അതിൽ പെട്ടൊരു ഉദാഹരണം അഹ്സനികൾ ഓതിയല്ലോ. അഹ്സനികൾ ഓതി എന്ത്? സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന, അവസാന കാലത്ത് ചില ദജ്ജാലുകളും നുണയന്മാരും വരും. എന്നിട്ടോ അവര് വന്നിട്ട് എന്താ പറയാ? അവര് സംസാരിക്കും ബിമാലം തസ്മഉ അൻതും വലാ ആബാഉക്കും, നിങ്ങൾ കേൾക്കാത്ത ചില വർത്താനായിട്ട് വരും എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. എപ്പോ? ആഖിർ സമാനിൽ. പറയുന്നത് ആരോടാ? സഹാബത്തിനോട്. എന്റെ സഹാബത്തെ, നിങ്ങൾ കേൾക്കാത്ത പുതിയ ആശയവുമായി അവസാന കാലത്ത് ചില കള്ളന്മാര് വരും, അവരെ ശ്രദ്ധിച്ചോണ്ടി എന്ന് പറഞ്ഞു. ശരി, അഹ്സനി ആ ആയത്ത് നമ്മക്കിട്ട് ഓതി അല്ലേ? ആ ആയത്ത് ഞാൻ പറഞ്ഞത് തെറ്റിയ, സോറി, ഹദീസ്. ആ ഹദീസ് നമ്മക്കിട്ട് താങ്ങി. ഇനി നമ്മൾ ആ ഹദീസിന്റെ അർത്ഥം ചിന്തിച്ചു നോക്കി. സഹാബത്ത് കേൾക്കാത്ത ചില പുതിയ ആശയവുമായി ആഖിർ സമാനിൽ ചില ആൾക്കാർ വരും, അവരെ നല്ലപോലെ ശ്രദ്ധിക്കണം. എന്റെ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മരിച്ചവരെ വിളിച്ചു തേടുക, ജാറം കെട്ടിപ്പൊക്കുക, അവിടെ ഭജനമിരിക്കുക, അവിടെ വിളക്ക് കത്തിക്കുക, അതിൽ കുമ്മായിടുക, സിമെന്റ് ഇടുക, ഈ ആശയം വല്ലതും സഹാബത്ത് കേട്ടിട്ടുണ്ടോ? അതിന്റെ എതിരാണ് സഹാബത്ത് കേട്ടത്. മൗലൂദ് കഴിക്കുക എന്നുള്ള സഹാബത്ത് കേട്ടിട്ടുണ്ടോ? സിയാറത്ത് ടൂറ് സംഘടിപ്പിക്കുക എന്നുള്ള ഒരു ആദർശം സഹാബത്ത് കേട്ടിട്ടുണ്ടോ? ഫർള് നിസ്കാരത്തിന് ശേഷം കൂട്ടത്തിൽ ദ്വാരിക്കുക, മറ്റുള്ള മൂപ്പര് പറഞ്ഞ മാരിക്ക് തന്നെ ആമീൻ ആമീൻ ആമീൻ, ഈ സ്വഭാവം സഹാബത്ത് കേട്ടിട്ടുണ്ടോ? സ്ത്രീ പള്ളിയിലേക്ക് പോകൽ ഹറാമാണ് എന്ന് സഹാബത്ത് ഒരു സഹാബിയും കേൾക്കാൻ സാധ്യതയില്ലല്ലോ. കാരണം അല്ലാഹുവിന്റെ റസൂൽ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. ഇങ്ങനെ സഹാബത്തെ നിങ്ങൾ കേൾക്കാത്ത പുതിയ വാദവുമായി വരും. ഇതേ ആശയത്തിൽ ഇതുപോലെ ചില പുത്തൻവാദികളെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ വേറെയും പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് ശേഷം വരുന്ന ചില ടീമിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ആ ടീമിനെ തിരിച്ചറിയാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞു, സീമാഹും അത്തഹ്ലീൽ, അവരുടെ ലക്ഷണം മുടി മുണ്ഡനം ചെയ്യലും മൊട്ടയടിക്കലാണ് എന്ന്. അപ്പൊ തത്വത്തിൽ ഈ പേച്ച വാദക്കാരുടെ ഒരടയാളമാണ്. എന്നാൽ ആദ്യം പറഞ്ഞ ഹദീസിന്റെ നേരെ ബാക്കിയല്ല സീമാഹും തഹ്ലീഖ്. പിൽക്കാലത്ത് വരുന്ന പേച്ച ഒരു വിഭാഗത്തിന്റെ അടയാളമായിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നമ്മുടെ ബഹുമാനിയായ ലത്തീഫ് പറഞ്ഞപ്പോ ഒന്ന് പിടിച്ചു തൂങ്ങാൻ വേണ്ടിയിട്ട് അഹ്സനിമാർ എവിടെ ചോദിക്കണ്ടോ? പിന്നെ നമ്മൾ അതിൽ പ്രതികരിക്കാൻ പോയില്ല. എന്തുകൊണ്ട് കിട്ടിയ ടൈം പിന്നെ അതിന് തൂങ്ങി സമയം കളഞ്ഞാൽ മൂല്യന്മാർ ഉദ്ദേശിക്കുന്നത് അതാണ്. മെയിൻ പോയിന്റ് നിന്ന് മർമ്മത്തിൽ നിന്ന് നമ്മളെ ലക്ഷ്യത്തിൽ നിന്നും അവരെ മാറ്റി എങ്ങനെങ്കിലും ഒരു ശ്വാസം വിടാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ ആശയം തന്നെ പുത്തൻ പ്രസ്ഥാനക്കാരെ പറ്റിയാണ് രണ്ട് ഹദീസിലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ്. അതിലൊരു ടീമിന്റെ അടയാളം തല മൊട്ടയടിക്കലായിരുന്നു.
ഞാൻ പള്ളി ദർസിൽ ഓതിന കാലത്ത് മുടി ലേശം ഉയർത്തിയ കാരണത്താൽ കുറച്ച് വാർന്നക്കാൻ മാത്രമൊന്നുമില്ലായിരുന്നു. എനിക്ക് പണിഷ്മെന്റ് കിട്ടിയ മനുഷ്യനാണ് ഉസ്താദിലേക്കുന്നത്. കാരണം മുടി മൊട്ടടിക്കണം, അല്ലെങ്കിൽ കുഫിരിയത്താന്നുള്ളൊക്കെ ധാരണ. പഴയ കാലത്ത് അങ്ങനത്തെ പാട്ടുണ്ടായി, ഓർമ്മല്ലേ? മുടി നീട്ടി വളർത്ത മുരൻ കാഫിറല്ല ചെറമ്മാന്നൊക്കെ പാട്ടുണ്ടെങ്കിൽ പഴയ കാലത്ത് കാരണന്മാരോട് ചോദിച്ചു നോക്കേണ്ടി. ആ വിശ്വാസം അതിലേക്കൊന്നും നമ്മൾ പിന്നെ ചർച്ച ചെയ്യാൻ പോയില്ല. ഇനി പ്രധാനപ്പെട്ട അവിടെ സംസാരിച്ച 1-2 കാര്യം നിങ്ങൾ നോക്കുക. ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ 4 മിനിറ്റ് 5 മിനിറ്റ് ചോദ്യത്തിന് 4 മിനിറ്റും ഉത്തരത്തിന് 5 മിനിറ്റും കിട്ടാൻ വേണ്ടി ഇവരോട് പട പൊരുതിയിട്ടുണ്ട്. കാരണം ഇവർക്കൊരു ക്വിസ് മത്സരം മാതിരിക്ക് 2 മിനിറ്റ് ചോദ്യം 3 മിനിറ്റ് ഉത്തരം, 2 മിനിറ്റ് ചോദ്യം 3 മിനിറ്റ് ഉത്തരം. നമ്മൾ ഈ പരിപാടിയുടെ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഓൺലൈനിൽ അവരുടെ മുഫ്തിമാരുമായി ഒരു സംവാദത്തിന് ചർച്ച നടത്തിയിരുന്നു. നടക്കാതെ പോയി. എന്തുകൊണ്ട്? 2 മിനിറ്റ് ചോദ്യം 3 മിനിറ്റ് ഉത്തരം. ഇതെന്താ ക്വിസ് മത്സരം നടത്തല? കാരണം അവര് സമയത്തിനെ ഭയപ്പെടുന്നു. സമയം കിട്ടിയാൽ നമ്മൾ ആശയം, ആദർശം ഖുർആനിൽ നിന്ന് അതിന് മഹാന്മാർ കൊടുത്ത തഫ്സീർ വായിക്കും, ഹദീസ് വായിക്കും, അതിന് സലഫു സ്വാലിഹികളായ മുഹദ്ദിസുകൾ കൊടുത്ത വ്യാഖ്യാനം വായിക്കും. അത് സമൂഹം കേൾക്കരുത്. അതുകൊണ്ട് ടൈം അനുവദിക്കുക എന്നുള്ള അവർക്ക് വലിയ പേടിയാണ്. അന്ന് അവരങ്ങനെ പറഞ്ഞത്. നമ്മൾ വളരെ കർക്കശമായ നിലപാടെടുത്തു. ഉള്ളത് പറയാലോ, സുന്നികളുടെ മധ്യസ്ഥതയിൽ നിന്ന ആ ആൾക്കാർ, ഇവിടത്തെ കോടമ്പുയിൽ ആ 2 മഹാന്മാര് എന്ന് തന്നെ പറയാം, ആ 2 മാന്യന്മാർ, അവർ പോലും ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് 4 മിനിറ്റ് ചോദ്യം 5 മിനിറ്റ് ഉത്തരം എന്നുള്ള ആ കാര്യത്തിലേക്ക് കിട്ടിയത്. അപ്പൊ ആ 4 മിനിറ്റ് ഇങ്ങനത്തെ കുറെ മെയിൻ വിഷയത്തിൽ നിന്ന് തെറ്റി പോവണ്ട എന്നുള്ളതൊക്കെ ചിലത് നമ്മൾ കേൾക്കാത്തമാർക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. അതങ്ങനെയാണ്. ഇനി അതിൽ പറഞ്ഞൊരു കാര്യം ഇപ്പൊ ബഹുമാനായ നമ്മുടെ ജനറൽ സെക്രട്ടറി CP ഇവിടെ പറഞ്ഞു. എന്ത്? ആ യായുഹല്ലദീന ആമനൂ ലാ തഖൂലു റായിന വഖൂലു ഉൻദുർന. അത് ഒരു കാര്യം വളരെ ഉറപ്പാണ്. ഈ നമ്മളെ മറ്റേ കൂട്ടരുണ്ടല്ലോ, നമ്മളിൽ നിന്ന് പിഴച്ചുപോയ മറ്റേ ടീമുകാര്, അവരോട് സംവാദം നടത്തുമ്പോ ഒക്കെ ഈ അഹ്സനിമാർ എവിടുന്നെങ്കിലും പൊടി പിടിച്ചോടുന്ന് വല്ലൊരു കള്ള ഹദീസോ ഒരു ഹദീസിന്റെ കഷ്ണോ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആന് ദുർവ്യാഖ്യാനിച്ച് പുതിയ ഒരായത്തോ കൊണ്ടുവരാറുണ്ട്. നമ്മളടുത്ത് ആ കളി നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടും 2 കുറെ ജിന്നുമലും ശൈത്താനും കുട്ടിച്ചാത്തനിലും സിഹിറുമലും തൂങ്ങിയിട്ട് എങ്ങനെങ്കിലും തടി രക്ഷപ്പെടുത്താം എന്ന വ്യാമോഹത്തിൽ വന്നതുകൊണ്ട് ഈ സംവാദത്തിൽ പുതിയ ഒരായത്ത് ഓതാൻ കഴിഞ്ഞില്ല, പൊടി പിടിച്ചൊരു വാറോല ഹദീസും പറയാൻ കഴിഞ്ഞില്ല. അവസാനം കുടുങ്ങി അബ്ദുൽ ലത്തീഫിനെ പോലെയുള്ള നമ്മുടെ തീപ്പൊരികൾ പിടിച്ചു നിന്നു. ആ വിഷയത്തിൽ സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ പിന്നെ എന്തെങ്കിലും ഓതണ്ടേ? അപ്പോഴാണ് ഓതിയത്. പഴയ കാലത്ത് കോട്ടക്കന്ന് ഓതി പൊടി പിടിച്ച് പിന്നെ 2 കൊല്ലം മുമ്പ് ഓൺലൈനിൽ ഞങ്ങൾ സംവാദം നടത്തിയപ്പോ അന്ന് ഓതി, അന്ന് കണക്കിന് കൊടുത്ത ആയത്ത് ഓർമ്മ കിട്ടിയത് അതാണ് മൂപ്പര് തട്ടി വിട്ടു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റായിന വഖൂലു ഉൻദുർന. എന്താ പൈലുള്ളത്? CP ഇവിടെ വിരിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂലിനോട് മുഅ്മിനീങ്ങളെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ ബഹുമാനത്തോടുകൂടി ഏതുവരെ മുഫസ്സിർ പറഞ്ഞ നിങ്ങൾക്കറിയോ? ആ മഹത്വം വിടാതെ സംസാരിക്കുക. അതാ ഉൻദുർന എന്ന് പറഞ്ഞാല്. ഉൻദുർന മഅനൽ ആയത്തി. ഈ ആയത്തിന്റെ അർത്ഥം ആര് പറയാ? ഇമാം തിബിരി. ആരാ ഇമാം തിബിരി? ലോകത്തെ ഔദ്യോഗികമായ 1ാമത്തെ തഫ്സീറിന്റെ കർത്താവ്. ഹിജ്റ 310 ക്രോഡീകരിച്ചത്. ആ മഹാൻ പറയാ ആയത്തിന്റെ അർത്ഥം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ ലിനബിയിക്കും റായിന. സത്യവിശ്വാസികളെ, നിങ്ങൾ റായിന എന്ന് നിങ്ങളുടെ നബിയോട് പറയരുത്. തത്വത്തിൽ റായിന എന്ന് പറഞ്ഞാൽ ഇതന്നെ ആശയം. ഒന്ന് സാവകാശം തരണ നബിയെ, ഞങ്ങളിതൊന്ന് മനസ്സിലാക്കട്ടെ. ഇതൊക്കെ അതിന് അർത്ഥമുണ്ട്. പക്ഷേ യഹൂദികൾ ദുരർത്ഥത്തോടു കൂടി ഏതുവരെ മഹാന്മാർ ഇതിന് കൊടുത്ത അർത്ഥം കറിയോ? ഹംക്ക് എന്നുള്ള അർത്ഥം ഉദ്ദേശിക്കാം റായിന എന്നുള്ളതിന്. ജഹില് എന്ന് ഉപയോഗിക്കാം, ഖതൽ എന്ന് ഉപയോഗിക്കാം. അള്ളാന്റെ റസൂലിനെ ചീത്ത പറയാനും പരിഹസിക്കാനും ആ ആശയം അവർ ഉദ്ദേശിച്ചത്. അപ്പോ അള്ളാഹുന്റെ റസൂല് പറഞ്ഞു. കാരണം ഭാഷയിൽ അങ്ങനെ ഉണ്ട്. അതിന്റെ അർത്ഥമൊക്കെ തന്നെ ഈ ആശയ റായിന എന്ന് പറഞ്ഞ ആശയ.
അപ്പൊ അറബി സാഹിത്യത്തിലും അറബിയിലും റായിനുണ്ട്. പക്ഷേ ഇവിടെ ജൂതന്മാർ കളിയാക്കി പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മൾ സംസാരിക്കുമ്പം ഉന്ദുർന എന്ന ശൈലിയിൽ ബഹുമാനത്തോടു കൂടി നബിയെ സാവകാശത്തിൽ താങ്കൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് മനസ്സിലാക്കാൻ വേണ്ടി വലാകിൻ ഖൂലും തവർനാ വതറഖബ്നാ ഹത്താ നഫ്ഹം അൻക മാ തഅല്ലംനാ, താങ്കൾ പഠിപ്പിച്ചു തരുന്ന ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ സാവകാശത്തിൽ ഞങ്ങൾക്ക് കാര്യം ബോധിപ്പിച്ചു തരണമേ നബിയെ എന്ന് ബഹുമാന പുരസ്സരം ചെല്ലണം എന്നാണ്. ഇത് കൊണ്ടുപോയിട്ട് ഓതിയിട്ടാണ് പറഞ്ഞത് മമ്പർത്ത തങ്ങളെ കാക്കണേ, ബദരീകളെ രക്ഷിക്കണേ, CM മടവൂരെ കാക്കണേ. തെളിവെന്താണ്? പരിശുദ്ധ ഖുർആൻ. എന്താ പരിശുദ്ധ ഖുർആൻ ഉള്ളത്? നബിനോട് സംസാരിക്കുമ്പോൾ മര്യാദ സംസാരിക്കണം. അതാണോലോ മുൻപത്തെ ബീവി താത്താന്ന് വിളിക്കണേ തെളിവ്. മൂല്യമാരെ ഫിറ്റാക്കൽ കണ്ടില്ല നിങ്ങള്? കടലും കടലാടിയായിട്ട് ഇതിലാറെ ബന്ധമുണ്ടാവും അല്ലേ? അതാണ് ഈ മൂല്യമാരുടെ കള്ളത്തരം. അതാണ് മൂല്യമാരുടെ കള്ളത്തരം. എന്നിട്ട് അവിടെ പറഞ്ഞ മറ്റൊരു വിഷയം, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സയ്യിദ് റഷീദ് റിള തന്റെ അൽമനാറിൽ പോലും ഇതു എല്ലാ കാലത്തുള്ള ആൾക്കാർക്ക് ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ മൂപ്പര് പറഞ്ഞത്. അത് മറ്റൊരു പച്ച കള്ളത്തരാണ്. എന്താ മഹാനായ റഷീദ് റിള തന്റെ അൽമനാറിൽ പറഞ്ഞത്? ഇപ്പൊ വായിച്ചു തരാം. എവിടെ ആക്ച്വലി കട്ട് എന്ന് പറഞ്ഞുതരാം. മൂപ്പര് നല്ലൊരു കക്കൽ കട്ട അവിടെ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഉണ്ട്. അദ്ദേഹം പറയാ, ഇന്ന ലിമൻ ജാഅ ബഅദ റസൂലി ഹല്ലൻ ഫീ ഹാദാ തഅദീബ്. ആര്? അൽമനാർ, തഫ്സീർ അൽമനാറിൽ പറയാ, ഇന്ന ലിമൻ ജാഅ ബഅദ റസൂലി ഹല്ലൻ ഫീ ഹാദാ തഅദീബ്. ഈ മര്യാദ പഠിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ ഒരംശമുണ്ട്. അള്ളാന്റെ റസൂലിന്റെ ശേഷം വരുന്നവർക്കെല്ലാവർക്കും ഇത് ബാധകമാണ് എന്നർത്ഥം. വലൈസ ഹുവ ഖാസൻ ബിമൻ കാന ഫീ അസ്രിഹി മിനൽ മുഅ്മിനീൻ. അവിടെ കട്ടു, അവിടെയാണ് വെട്ടിമുറിച്ചു അഹ്സനി. എന്താ പറഞ്ഞത്? വലൈസ ഹുവ ഖാസൻ, അത് പ്രത്യേകമായതുള്ളതല്ല. ബിമൻ കാന ഫീ അസ്രിഹി, അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തുള്ളവർക്ക് മാത്രം ഉള്ളതല്ല. മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന്. ഈ അദബ് കാലാകാലം മുഅ്മിനീങ്ങൾ പാലിക്കണം. ഏത് അദബ്? ഫഹാദാ കിതാബുല്ലാഹി അല്ലദീ കാന യത്ലൂഹു അലൈഹിം. ഈ അല്ലാഹുവിന്റെ കിതാബായിരുന്നു റസൂലുള്ളാഹി അവർക്ക് ഓതിക്കൊടുത്തിരുന്നത്. വകാന യജിബുൽ ഇസ്തിമാഉ ലഹു. അങ്ങനെ ഏതു കാലത്ത് ഖുർആൻ ഓതിയാലും അത് ശ്രദ്ധിച്ചു കേൾക്കണം. വൽ ഇൻസാതു ലി അജലി തദബ്ബുരിഹി, അതിന്റെ ആശയം ചിന്തിക്കാൻ വേണ്ടി മൗനം ഉൾക്കൊള്ളണം. കണ്ടോ? ഈ ആശയം നബിന്റെ കാലത്തും ബാധകാണ്, അതിന്റെ ശേഷം ബാധകാണ്. ഇതാ പറഞ്ഞത്. അത് ഉറപ്പല്ലേ? ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു. ഖുർആൻ ഓതി കേൾക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, മിണ്ടാതിരിക്കണം. ഖുർആൻ പറഞ്ഞ ഇതാണ് സാക്ഷാൽ തഫ്സീറുൽ മനാറിൽ പറഞ്ഞത്. അവിടെ അഹ്സനി കട്ടുമുറിച്ചു. എത്ര പറഞ്ഞു? വലൈസ ഹുവ ഖാസം ബിമൻ കാന ഫീ അസ്രിഹി മിനൽ മുഅ്മിനീൻ. നബിന്റെ കാലത്തുള്ള മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല ഉന്ദുർനാന്ന് ബാധകം. അതുകൊണ്ട് ഉന്ദുർനാന്ന് പറഞ്ഞതിന്റെ അർത്ഥം തിരുനോട്ടം, അങ്ങയുടെ തിരുനോട്ടം ഉണ്ടാവണേ നബിയെ. അതുകൊണ്ട് മരിച്ചുപോയ നബിയോടും ഞങ്ങൾ അങ്ങയുടെ തിരുനോട്ടം ഉണ്ടാവണേ എന്ന് കാലത്തും തേടാമെന്ന് സയ്യിദ് റഷീദ് റിള പോലും പറഞ്ഞിട്ടുണ്ട് എന്ന് കള്ളത്തരം പറഞ്ഞ. ഇപ്പൊ എന്താ സയ്യിദ് റഷീദ് റിള പറഞ്ഞ? ഞാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ കിതാബിനോട് കാലാകാലത്ത് മുഅ്മിനീങ്ങൾ ഈ അദബ് പാലിക്കണം. അത് കേൾക്കുമ്പോൾ ശ്രദ്ധാപൂർവം ഇരിക്കണം. അതിന്റെ ആയത്തുകൾ ചിന്തിക്കണം, പാഠം ഉൾക്കൊള്ളണം. ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഇതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കൂടുതൽ അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ തഫ്സീർ അൽമനാർ ഒന്നെടുത്ത് വായിച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ അഹ്സനി, അന്ന് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ, ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്. ഏതാ ഹദീസ്? ഒരാള് തന്റെ റബ്ബുമായി ഫർളും സുന്നത്തൊക്കെ എടുത്തുകൊണ്ട് റബ്ബുമായി അടുത്താൽ അവന്റെ കയ്യും കാലും ഒക്കെ ഞാനാവും, കേൾവി ഞാനാകും. അങ്ങനെ ദൂരത്തുള്ളത് കാണാനും കേൾക്കാനോ അറിയാനോ ഒക്കെ ആ അടിമക്ക് കഴിയും.
അങ്ങനെ കുറച്ച് അദ്ദേഹം വിശദീകരിച്ച് ഒപ്പിച്ചു പറഞ്ഞല്ലോ. ഈ ഹദീസിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞതിന് മുമ്പ് ഞാൻ ഒരു കാര്യങ്ങളോട് ചോദിക്കട്ടെ. അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ സുന്നത്തും ഫർളും എടുത്ത് അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത ഒരു വ്യക്തിയുടെ പേര് പറയാൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചാൽ ഇപ്പൊ നിങ്ങൾ പറയും. പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ വന്നു അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മനസ്സിൽ വന്നില്ലേ? അങ്ങനെ അടുത്ത റസൂലിന്റെ ചെവി, അള്ളാന്റെ റസൂലിന്റെ കണ്ണ്, ഇതൊക്കെ അള്ളാന്റെ സ്ഥാനത്തായോ? അള്ളാന്റെ മാരിക്കായോ? ആയോ? അങ്ങനെ ആയിയെങ്കിൽ ബദറിന്റെ നീക്കം അറിയാൻ വേണ്ടി 2 സഹാബിമാരെ റസൂലുള്ളാഹി അയച്ചല്ലോ. 2 സഹാബിമാര് ബദറിൽ പങ്കെടുക്കാതെ ബദരീങ്ങളുടെ സ്ഥാനത്തുള്ള സഹാബിമാരുണ്ടല്ലോ. അവർക്ക് അള്ളാന്റെ റസൂല് ഗനീമത്ത് സ്വത്ത് കൊടുത്തല്ലോ. അവർ ബദറിൽ പങ്കെടുത്തില്ല, പക്ഷേ ബദരീങ്ങളുടെ സ്ഥാനമാണ്. എന്തേ പ്രശ്നം? അവിടെ കാഫിറുടെ നീക്കം അറിയാൻ വേണ്ടി റസൂലുള്ള 2 സഹാബിമാരെ പറഞ്ഞയച്ചു. അവരുടെ നീക്കം അറിഞ്ഞ് സഹാബിമാർ മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും യുദ്ധത്തിന് പോയിട്ടുണ്ട്. എവിടേക്ക്? ബദറിലേക്ക്. പിന്നീട് അവർ ബദറിലേക്ക് പോയപ്പോൾ അവിടത്തെ യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല, പക്ഷേ ബദരീങ്ങളുടെ സ്ഥാനമാണ്. എന്തിനാ അള്ളാന്റെ റസൂല് ഈ 2 ആൾക്കാരെ നിരീക്ഷണം നടത്താൻ പറഞ്ഞേച്ച്? അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത ആൾക്ക് അള്ള കാണുന്ന മാതിരിക്ക് എന്നെ കാണാം. അള്ളാഹു കേൾക്കുന്ന അതേ മാതിരിക്ക് കേൾക്കാമെങ്കിൽ അള്ളാന്റെ റസൂൽ എത്ര ആളെ പറ്റിച്ചിട്ടുണ്ട്? അള്ളാന്റെ റസൂൽ എത്ര ആളെ പറ്റിച്ചിട്ടുണ്ട്? യുദ്ധത്തിൽ റസൂലുള്ളാഹിന്റെ കാലുമെന്ന് മുറിയായി അലി റളിയല്ലാഹു വെള്ളം ഒഴിച്ചു കൊടുത്തു. ഫാത്തിമ ബീവി കൈകി കൊടുത്തു. രക്തം നിൽക്കുന്നില്ല. പായ, കീറപ്പായ കത്തിച്ചതിന്റെ ചാരം പൊത്തിപ്പിടിച്ചു. അങ്ങനെ രക്തം നിന്നു. എന്തേ? എങ്ങനെ കാലിന് മുറിയായത്? ആമർ കുഴിച്ച ചതിക്കുഴിയിൽ വീണിട്ട്, അല്ലെ? ആമർ കുഴിച്ച ചതിക്കുഴിയിൽ വീണിട്ട്. അപ്പോ അള്ളാഹുന്റെ റസൂലിന്റെ കണ്ണ് അള്ളാന്റെ കണ്ണായിരുന്നില്ല. പിന്നെ ഈ മൗലിയമാര് പറഞ്ഞ കള്ളത്തരോ? തനി പച്ച കള്ളത്തരം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ലേ, പിന്നെ എന്താണ് ഈ ഹദീസിന്റെ ആശയമെന്ന്? ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ വളരെ വ്യക്തമായി ഇതിന്റെ അർത്ഥം പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിന്റെ കുൻതു ലഹു സമഅൻ വബസറൻ, അവന്റെ കണ്ണും കാഴ്ചയും കേൾവിയൊക്കെ ഞാനാണ് എന്ന് പറഞ്ഞാൽ കൈഫ യകൂനുൽ ബാരി ജല്ല വഅല സമഅൽ അബ്ദി വബസറഹു, എങ്ങനെയാണ് പടച്ച റബ്ബ് ഒരു അടിമയുടെ കണ്ണും കേൾവിയും അള്ളയാകും എന്ന് പറഞ്ഞത്? അത് എങ്ങനെയാണ്? ഈ ചോദ്യത്തിന് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി മറുപടി കൊടുക്കുന്നു. വൽ ജവാബു മിൻ ഔജുഹിൻ, പല ഭാഗത്തു കൂടി അതിന് മറുപടി കൊടുക്കാം. അഹദ്വാ, അതിൽ ഒന്നാമത്തേത് അന്നഹു വറദ അലാ സബീലി തംഫീൽ. ഒന്നാമത്തേത് അന്നഹു വറദ അലാ സബീലി തംഫീൽ, അതൊരു ഉദാഹരണ രൂപത്തിൽ അല്ലാഹു തആല പറഞ്ഞതാ. വൽ മഅനാ കുൻതു സമഅഹു വബസറഹു ഫീ ഈസാരിഹി അംരി ഫഹുവ യുഹിബ്ബു തഅതി വയുവഫിറു ഖിദ്മതി കമാ യുഹിബ്ബു ഹാദിഹിൽ ജവാരിഹ്. ഈ മനുഷ്യൻ അവന്റെ ഈ അവയവത്തെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് വഴിപ്പെടുന്നതിനെയും എനിക്ക് സേവനം അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനം ചെയ്യുന്നതിനെയും അങ്ങനെ ആവും അവന്റെ കണ്ണും കാഴ്ചയും. ഇതാണ് ഒരാശയം. മറ്റൊരർത്ഥം പറഞ്ഞു നോക്കി നിങ്ങൾ. അന്നൽ മാന കുല്ലിയത്തഹു മശ്ഗൂലത്തും ബി, ആ മനുഷ്യൻ സമ്പൂർണമായിട്ട് എന്റെ കാര്യത്തിൽ വ്യാപൃതനാകും. അപ്പൊ അവന്റെ കേൾവി എന്നെ തൃപ്തിപ്പെടുത്തുന്നതിലേക്ക് മാത്രമേ കാതു പോവുകയുള്ളൂ. എന്നെ തൃപ്തിപ്പെടുത്തുന്നവരിലേക്ക്, ആ വിഷയത്തിലേക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ കാതു പോവുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ കൽപ്പിച്ചതേ അവന്റെ കണ്ണുകൊണ്ടോ നോക്കുള്ളൂ. അതാണ് ഞാനാകും അവന്റെ കണ്ണ് എന്ന് പറഞ്ഞ അർത്ഥം. എന്നല്ലാതെ അള്ളാന്റെ മാതിരിക്ക് ദുന്യാവുള്ളത് മുഴുവൻ കാണാൻ കഴിയുമെന്നല്ല. 4, 5, 6 ആശയം പറയുന്നുണ്ട്. ഒറ്റ ആശയം സമയത്തിന് ഭയങ്കര റേഷനാ. 8:30 5 നിർത്തണോ? സമയം തീരുന്നു. വലിയ വലിയ തീപ്പൊരികള്
നമ്മളെ ഷെയ്ഖന്മാരൊക്കെ വരുന്നുള്ളൂ, അത് LCD സഹിതം. അപ്പൊ നമുക്ക് റേഷൻ ഇല്ലാക്കാൻ പറ്റൂല. അപ്പൊ മനസ്സിലായില്ല, ബാക്കി എനിക്ക് വിശദീകരിക്കാൻ നേരല്ല. ഇമാം ഖത്താബി, ആരാ ഇമാം ഖത്താബി? ഫത്ഹുൽ ബാരിയെ പോലെ ബുഖാരിക്ക്, സഹീഹുൽ ബുഖാരിക്ക് ഫത്ഹുൽ ബാരി പോലെ അതുപോലെ ശറഹ് എഴുതിയൊരു മഹാൻ. അദ്ദേഹം പറഞ്ഞു, വഖദ് യകൂനു അബ്ബറ ബിദാലിക അൻ സുറാത്തി ഇജാബത്തി ദുആഇ വൻ നജ്ഹി ഫി തലബി. അല്ലാഹുമായി അടുത്ത ആൾക്കാർ പടച്ചോനോട് ദുആർന്നാൽ വേഗം ഉത്തരം കിട്ടും എന്നുള്ളതിലേക്ക് അള്ളാഹു ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതായിരിക്കാം ഇത് എന്ന് വെച്ചാൽ അഹ്സനി പറഞ്ഞ അർത്ഥം അല്ല. ഇതിന്റെ അർത്ഥം അള്ളാഹിനെ പോലെ കാണും, അള്ളാഹിനെ പോലെ കേൾക്കും എന്നല്ല, കള്ളത്തരം പറഞ്ഞ. സംശയമുള്ള ആൾക്കാർ ഫത്ഹുൽ ബാരി എടുത്ത് മറിച്ചു പോയിക്കോളി കേട്ടോ. നിർത്തിയാണ്. അവസാനമായിട്ട് പറയാനുള്ളത് ആദർശ രംഗത്ത് നമ്മൾ പലപ്പോഴും ഇവിടെ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞ പോലെ ഇതൊരു വെറും കളിയായിട്ട് കാര്യമില്ല എന്നുള്ള നിലക്ക് പലപ്പോഴും നമ്മൾ സംവാദത്തിന് എടുത്തു ചാടിയിട്ടില്ല. സംവാദം എന്നാൽ കേൾക്കുമ്പോത്തിന് തുണിയൊക്കെ മടക്കുത്തി ചാടിപ്പോയ ആൾക്കാരൊക്കെ പെട്ടുപോന്നിട്ടുണ്ട് അല്ലേ? അള്ളാന്റെ തൗഫീഖോട് കൂടി ആദർശത്തിൽ ഉറച്ചു നിന്നത് കൊണ്ട് നമ്മൾക്ക് അഹ്സനോട് പറയാൻ കഴിഞ്ഞു, ആദർശവാഹകരായിരിക്കണം നമ്മൾ. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായി പറയട്ടെ, ഇപ്പൊ നിങ്ങൾ എവിടെന്നെങ്കിലും തൗഹീദ് പറഞ്ഞ് കേൾക്കുന്നുണ്ടോ? മുമ്പ് വലിയ പറച്ചിൽ പറഞ്ഞവരൊക്കെ ഇപ്പൊ തമ്മിൽ അടി വിടുകയാണ് അല്ലെ? തമ്മിൽ അടിക്കുകയാണ്, ചീത്ത പറയാണ്, തെറി പറയാണ്, പഴംപുരാണം കുപ്പ തോണ്ടി പുറത്തേക്ക് ഇടുകയാണ്. ചീഞ്ഞു നാറിയ കഥകൾ നമ്മളൊക്കെ മുമ്പ് മനസ്സിലാക്കി. അതുകൊണ്ട് തൗഹീദിന്റെ ശക്തമായ പ്രവർത്തനത്തിനൊരു തുടക്കമായി ഇത് കാണാം. മുമ്പേ ഉണ്ട്, പക്ഷെ ഒന്നുകൂടെ ഊർജസ്വലമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായി ഇത് കാണുകയും ആദർശ രംഗത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ, ഒരു സംയമനം, ഒരു കോംപ്രമൈസും ചെയ്യാതെ അള്ളാഹുവിന്റെ തൗഹീദ് പറയാൻ ഈ കണ്ട നമ്മൾ മാത്രം ആയി ചുരുങ്ങിയ ഒരവസ്ഥ കേരളത്തിൽ വന്നിരിക്കുന്നു. മറ്റുള്ളവരൊക്കെ അങ്ങനെ ആയി. അതിനാൽ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട, നമ്മൾ സ്വയം ഏറ്റെടുത്ത ഈ ദൗത്യത്തിന്റെ മഹനീയത മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ തമ്മിൽ തല്ലിപ്പിച്ച ബാപ്പയെയും മകനെയും ജ്യേഷ്ഠനെയും അനിയനെയും അല്ലെ അയൽവാസിയെയും തമ്മിൽ തല്ലുടിപ്പിച്ച അങ്ങനത്തെ കുറെ തൗഹീദിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞ് ചമഞ്ഞു നടന്ന ആൾക്കാർ ഇതിൽ നിന്ന് പിൻവലിഞ്ഞ ഈ രംഗത്ത് നമ്മൾ ശക്തമായി മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ പലരും അതിൽ അസുഖമുള്ളവരുണ്ട്. അതൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ മനസ്സിലാക്കണം. അല്ലാഹുവേ, ഞങ്ങളെ യഥാർത്ഥ ലക്ഷ്യം വിചാരിച്ചുകൊണ്ട് നയിക്കുന്ന യഥാർത്ഥ നേതാക്കന്മാരുടെ കീഴിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തി തരണമേ തമ്പുരാനെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.